അനൂപ്, ഇവിടെ ഇന്ന് ജാമ്യം ലഭിക്കുന്ന വാർത്ത പുറത്തു വന്നപ്പോൾ മാധ്യമങ്ങളിൽ കണ്ടൊരു കാഴ്ചയുണ്ട്. ഈ കന്യാസ്ത്രീകളിൽ ഒരാളുടെ ഒരു സഹോദരൻ റോജി എം ജോൺ MLA കെട്ടിപ്പിടിച്ച് കരയുന്നു. ഇത് ഞങ്ങളുടെ MLA അല്ല, എൻ്റെ സഹോദരനാണെന്ന് പറഞ്ഞ് കരയുന്നു. തൊട്ടുടനെ BJPയുടെ ജനറൽ സെക്രട്ടറി അനൂപ് ആൻ്റണി അതിനിടയിൽ കയറി വന്ന് അവരെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, എന്തൊക്കെയോ പറയുകയും ചെയ്യുന്നു. ആ ഒരു ദൃശ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അല്ല, അതിനെക്കുറിച്ച് അങ്ങനെ വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? ആ ദൃശ്യം തന്നെ സ്വയം വിശദീകരിക്കുന്നില്ല ജിംസെ. ഇവിടെ നമ്മൾ പറഞ്ഞു കേട്ടിട്ട് ഒരു പ്രയോഗമുണ്ടല്ലോ, സുഖപ്പെടുത്താൻ വേണ്ടി മുറിപ്പെടുത്തുന്ന ദൈവം എന്ന് പറയുന്നത് പോലെ BJP ഗവൺമെൻറ് തന്നെ അകത്താക്കിയ കന്യാസ്ത്രീകളെ മോചിപ്പിച്ചത് ഞങ്ങളുടെ മിടുക്കാണെന്ന് പ്രചരിപ്പിക്കുകയാണ്. ഉളുപ്പിന് കൈയും കാലും വെച്ച ആളുകളായി ഇവർ മാറിയിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്തു എന്നുള്ള ക്രെഡിറ്റൊന്നും ഞങ്ങൾ എടുക്കുന്നില്ല. കാരണം ഞങ്ങൾ ചെയ്യേണ്ട കർത്തവ്യം, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകിയ, ഇന്ത്യൻ മതേതരത്വത്തിന് ഊടും പാവും നൽകിയ ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ഇവിടെ ഞങ്ങൾ ചെയ്യേണ്ട ഒരു കർത്തവ്യം നിർവഹിച്ചു എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. അതിനകത്ത് വലിയ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. തുടക്കം മുതൽ കാര്യങ്ങൾ കാണുന്ന ആളുകൾക്കറിയാം. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ ഉന്നതനായ നേതാവ് KC വേണുഗോപാൽ അദ്ദേഹം ഈ പറയുന്ന കന്യാസ്ത്രീകളുടെ വീടുകൾ സന്ദർശിച്ചു. അതുപോലെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ റോജി എം ജോൺ MLA അദ്ദേഹം ഛത്തീസ്ഗഡിൽ തന്നെ നേരിട്ട് പോയി KC വേണുഗോപാലിൻ്റെ നിർദ്ദേശാനുസരണം കാര്യങ്ങൾ ഏകോപിപ്പിച്ചു. ആ കന്യാസ്ത്രീയുടെ സഹോദരനാണ് ഈ മാധ്യമങ്ങൾ സാക്ഷി നിർത്തി ലോകത്തോട് പറയുന്നത് ഇത് MLA അല്ല, എൻ്റെ സഹോദരനാണെന്ന് പറയുമ്പോൾ അതിലും വലിയ സർട്ടിഫിക്കറ്റ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ വളരെ തുടക്കം മുതലെടുത്ത നിലപാടുണ്ട്. അത് ഒരു നേരത്തെ പറഞ്ഞൊരു കോൺസ്റ്റിറ്റ്യൂഷണലായ ഒരു ഉത്തരവാദിത്വ നിർവഹണം മാത്രമാണ്. അതൊരു ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി കോൺഗ്രസ് ചെയ്തതല്ല. ഇന്ന് ഈ ദിവസം KC വേണുഗോപാലിൻ്റെ പങ്കിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അദ്ദേഹം പാർലമെൻറ്റിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം നമ്മൾ കേട്ടതാണ്. ഇന്ന് ഈ കന്യാസ്ത്രീകൾ ഈ പറയുന്ന ജാമ്യം NIA കോടതി കൊടുക്കുമ്പോൾ അദ്ദേഹം ഈ പറയുന്ന ചേർത്തലയിലെ ഈ കന്യാസ്ത്രീകളുടെ സഭ ആസ്ഥാനത്താണ്. അന്ന് അവിടെ മദർ സുപ്പീരിയർ നടത്തിയ വൈകാരികമായൊരു പ്രതികരണം നമ്മൾ കണ്ടത്. അദ്ദേഹം അവരെന്താ പറയുന്നത്, KC വേണുഗോപാൽ മോനെന്നാണ് അവർ പറയുന്നത്, പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗം ഞങ്ങൾ കേട്ടു, പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നത് ഞങ്ങൾ കേട്ടു, ഞങ്ങൾ കണ്ണീരടക്കിയാണ് ഇതൊക്കെ കേട്ടത് എന്ന് പറയുക മാത്രമല്ല, ഇതിൻ്റെ പ്രതിഫലം മോൻ്റെ കുടുംബത്തിന് ലഭിക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കും, കന്യാസ്ത്രീകളുടെ പ്രാർത്ഥന നിങ്ങൾക്കുണ്ടാകുമെന്ന് ആ കന്യാസ്ത്രീകൾ തന്നെയാണ് പറയുന്നത്. അജിംസ, ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, KC വേണുഗോപാലിനും കോൺഗ്രസിനും ക്രെഡിറ്റ് വേണ്ട, ക്രെഡിറ്റ് നിങ്ങൾ എടുത്തോ. ആ കന്യാസ്ത്രീമാരുടെ പ്രാർത്ഥന മാത്രം മതി KC വേണുഗോപാലിനെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും. അത് വളരെ വ്യക്തമായി നിൽക്കുകയാണ്. ഇവിടെ BJP എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമല്ലേ. ഇവർ ഈ പറയുന്ന പ്രകടനങ്ങൾക്കപ്പുറത്ത് ഇവർക്ക് നീതി ലഭ്യമാക്കാൻ എന്താണ് ചെയ്തത്? ഇപ്പം NIAക്ക് കൈമാറാൻ മാത്രം എന്ത് ഗുരുതരമായ തെറ്റാണ് ചെയ്തത്, എന്ത് ദേശവിരുദ്ധ പ്രവർത്തനമാണ് ഈ കന്യാസ്ത്രീമാർ ചെയ്തതെന്ന് വ്യക്തമാക്കേണ്ട ബാധ്യത ഇവർക്കില്ലേ?